സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ നടക്കുകയാണ്. ജീവനക്കാരെല്ലാവരും അതിനെ കൈനീട്ടി സ്വാഗതം ചെയ്യുന്നു. രാവിലെ കൂടുതൽ സമയം, വൈകിട്ട് കൂടുതൽ സമയം, ഈ രീതിയിൽ ജോലി ചെയ്താൽ ശനിയാഴ്ച ഒരു ദിവസം കൂടി അവധി കിട്ടും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പക്ഷേ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിൽ ഇപ്പോഴുള്ള സമയത്ത് തന്നെ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് സർക്കാർ ജീവനക്കാർ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യേണ്ടത്. അത് എങ്ങനെ അതിവിദഗ്ധമായി അട്ടിമറിക്കുന്നുവെന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെത്തിയാൽ കാണാൻ സാധിക്കും. സമയം രാവിലെ 10 മണി കഴിഞ്ഞു. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് KSRTC ബസ്സുകളിൽ സർക്കാർ ജീവനക്കാർ എത്തുകയാണ്. ബസ് ഇറങ്ങിയ ജീവനക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഇവർ സെൽഫി എടുക്കുകയാണോ? അല്ല, അവർ ഹാജർ രേഖപ്പെടുത്തുകയാണ്. ജീവനക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള പഞ്ചിങ് സംവിധാനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. പഞ്ച് ചെയ്യുന്നതിനായി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ ഓഫീസുകളിൽ എത്തേണ്ട, റോഡിൽ വെച്ച് തന്നെ ഹാജരാകും. അതായത് ഓഫീസ് മുറിയിലെ സീറ്റിലെത്തി ജോലി തുടങ്ങാൻ പിന്നെയും സമയമേറെ കഴിയും. അതായത് ഓഫീസിന് പുറത്തു വെച്ച് പഞ്ച് ചെയ്യുന്നവർക്ക് ജോലിക്ക് കയറാതെ പോകാനും ഈ ഓഫീസുകളിലൊക്കെ അവസരമുണ്ട്. ഓഫീസിനുള്ളിൽ എത്തിയ ശേഷം മാത്രം പഞ്ച് ചെയ്യുന്ന ജീവനക്കാരും നിരവധി പേരുണ്ട്. 10:15 ജോലിക്ക് കയറേണ്ട സമയം. പക്ഷേ സിവിൽ സ്റ്റേഷനിലെ സർക്കാർ ജീവനക്കാർ വരുന്ന സമയം കണ്ടു. സമയം 10:27. ഒരു സർക്കാർ ജീവനക്കാരൻ ഓഫീസിലേക്ക് ജോലിക്ക് എത്തുകയാണ്. 10:30 കഴിഞ്ഞും 10:45 കഴിഞ്ഞും ബസ്സിലും കാറിലും സ്കൂട്ടറിലും ജീവനക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ശരിയാക്കേണ്ടെന്ന പിണറായി സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് നടപ്പാക്കി. പക്ഷേ അതും അട്ടിമറിക്കപ്പെട്ടു. രാവിലെ പഞ്ച് ചെയ്ത് ജോലിക്ക് കയറിയാൽ പിന്നെ ചായ കുടിക്കാനും ഉച്ചഭക്ഷണത്തിനുമൊന്നും പഞ്ചിങ് തടസ്സമല്ല. കളക്ടറേറ്റിലെ ജീവനക്കാരുടെ ഓഫീസ് സമയത്തെ ജോലി എങ്ങനെയാണെന്നറിയാൻ മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തിയപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ച കണ്ടു. അത് ഈ പാർക്കിനുള്ളിൽ നിന്നാണ്. സമയം വൈകിട്ട് 4:30. ചായ കുടിച്ച ശേഷം ചില ജീവനക്കാർ സിവിൽ സ്റ്റേഷൻ മുറ്റത്തെ പാർക്കിൽ വ്യായാമത്തിലാണ്. ബോറടി മാറ്റാൻ ഊഞ്ഞാലും. സമയം വൈകിട്ട് 4:30 ആയപ്പോൾ തന്നെ 5:15 ആയോ എന്നൊരു സംശയം തോന്നി. 4:30 മണിക്ക് ഈ ഓഫീസ് കവാടത്തിലൂടെ പലരും ഇറങ്ങി വന്നു തുടങ്ങി. കാത്തുനിന്ന KSRTC ബസ്സിൽ കയറി ഇരിപ്പായി. വീട്ടിൽ പോകാൻ തയ്യാറായി. ജോലി കഴിഞ്ഞ് പഞ്ച് ചെയ്തിറങ്ങി വന്നിരിക്കുന്നവരാണെന്ന് കരുതിയാൽ തെറ്റി. ശമ്പളം നൽകുന്ന സർക്കാരിനെയും ശമ്പളത്തിന് നികുതി പണം നൽകുന്ന ജനങ്ങളെയും നന്നായി പറ്റിക്കുകയാണ് ചിലർ. രാവിലത്തെ പഞ്ചിങ് ഒന്നുമല്ല പഞ്ചിങ്, വൈകിട്ടത്തെ പഞ്ചിങ് ആണ് അതിഗംഭീരം. ഓഫീസിനുള്ളിലല്ല, KSRTC ബസ്സിനുള്ളിലാണ് പഞ്ചിങ്, അതും കൂട്ടത്തിൽ. കളക്ടറേറ്റ് ജീവനക്കാരുടെ പഞ്ചിങ് അട്ടിമറി സംഘടിതമാണ്. 5:15 വരെയാണല്ലോ ഓഫീസ് സമയം. അപ്പോൾ KSRTC ബസ് പുറപ്പെടുന്നത് 5:20 അത് സമ്മർദ്ദം ഉപയോഗിച്ച് 5:10 മാറ്റി. ഞങ്ങൾ 5:10 പുറപ്പെടും. 5:15 ഇറങ്ങുന്നവരൊക്കെ അതിനകത്ത് കയറും. 5:10 മുമ്പ് അവരൊക്കെ വരും. അവർക്ക് ഒരു ഇതുണ്ട്, വാട്സപ്പിലെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതുവഴി എല്ലാവരെയും മെസ്സേജ് ആയി വണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ കയറിയിരുന്നു, സമയമായി, നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട്. 5:15 ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതിന് നേരത്തെ ഇറങ്ങാറുണ്ടല്ലോ. അവരെന്നെയാണ് സമയം മാറ്റിച്ച്. ഞങ്ങൾ 5:20 പോയതിനാണ്. പിന്നെ അത് ജനസിനെ കൊണ്ട് പറയിപ്പിച്ച 5:10 ഇവരെ യാത്രക്കാർ. അത്രയും നല്ല യാത്ര. രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയുള്ള ഓഫീസ് സമയത്ത് എങ്ങനെ കുറച്ച് സമയം ജോലി ചെയ്യാമെന്ന ഗവേഷണമാണ് ചില ജീവനക്കാർ ജില്ലാ കളക്ടറേറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കളക്ടറേറ്റിൽ ചുവരിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്: ഉച്ചയ്ക്ക് ലഞ്ച്, ബർത്ത്ഡേക്ക് 5, ശമ്പളത്തിന് 5. ഇപ്പോഴുള്ള ജോലി സമയത്ത് കൃത്യമായി ജോലി ചെയ്ത് പഞ്ച് ചെയ്ത ശേഷം പോരെ ഇനി ശനിയാഴ്ച അവധി നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നത്. ക്യാമറ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.